സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. യുവമോർച്ചയുടെ പ്രതിഷേധമാണ്. വടികൾ പറക്കുന്ന ദൃശ്യങ്ങൾ കാണാം. വടിയെറിയുകയാണ് പോലീസ് നേരെ. നേരത്തെ പോലീസ് വാഹനങ്ങൾക്ക് നേരെയും വടിയെറിയുന്നുണ്ടായിരുന്നു. അവിടെ ടി വി പ്രസാദുണ്ട്. പ്രസാദ്, ഇപ്പോൾ ഉദ്ഘാടന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലാണ്. വലിയ പ്രതിഷേധത്തിനാണ് യുവമോർച്ച തുടക്കമിട്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രവർത്തകരുടെ നീണ്ട നിര. അല്പം മുമ്പാണ് സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ്. ബാരിക്കേഡ് തള്ളി നീക്കാൻ ശ്രമം നടന്നു. ജലപീരങ്കി പ്രയോഗവും ഇതിനിടയ്ക്കുണ്ടായി. ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഉദ്ഘാടന പരിപാടിക്ക് ശേഷം വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ? അതെ, രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്തുകൂടി സെക്രട്ടേറിയറ്റിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമുണ്ടായത്. ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമുണ്ടായി. ആ സമയത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു നേർക്കുനേർ നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയത്. രാജീവ് ചന്ദ്രശേഖർ പ്രസംഗം അവസാനിപ്പിച്ചതോടുകൂടി പ്രവർത്തകർ സംഘടിതമായി ഇവിടെ ആ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നു. കൂടുതൽ ചിതറിപ്പോയ പ്രവർത്തകരെല്ലാം ഈ ഭാഗത്തേക്ക് വരാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്നത് നമുക്ക് കാണാം. പോലീസിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരു പ്രവർത്തകൻ പോലീസിന്റെ ഇടയിലേക്ക് ഒരു പ്രവർത്തകൻ പോലീസിന്റെ ഇടയിലേക്ക് കയറുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ആ കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാണ്. കൊടികെട്ടിയ വടിയെടുത്ത് പോലീസിന് നേരെ അടിക്കുന്നു. ഒരു പ്രവർത്തകൻ ആ പോലീസിന്റെ ഇടയിലേക്ക് ചാടിക്കയറുകയായിരുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. ശ്രുതി, സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രവർത്തകർ കമ്പെറിയുന്നു, കമ്പ് കൊണ്ട് അടിക്കുന്നു. പ്രതിഷേധം സംഘർഷത്തിൽ നീങ്ങിയാണ്. മതിലിന് മുകളിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. പ്രസാദ്, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയല്ലാതെ ഇടപെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധം വേറെ രൂപത്തിലേക്ക് മാറുകയാണ്. സ്മൃതി, ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പോലീസ് അതിശക്തമായ പ്രതിരോധം പോലീസിനെതിരെ ഉണ്ടായില്ല എങ്കിൽ പോലീസ് ലാത്തിചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കടക്കാറില്ല. ജലപീരങ്കി അടിച്ചതിന് ശേഷം പ്രവർത്തകരെ മാറ്റാനാണ് നോക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും പോലീസിന് നേരെ തിരിയുന്ന സ്ഥിതിയുണ്ടായി. ഏത് നിമിഷവും സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. പ്രവർത്തകർ നേരെ പോലീസിന് ഇടയിലേക്ക് ചാടി കയറുകയായിരുന്നു. ആ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. ഒരു ശക്തമായ
പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള ഒരു സൂചനയാണ് ഇവിടുന്ന് മനസ്സിലാകുന്നത്. ഒരു ഭാഗം പ്രവർത്തകർ ജലപീരങ്കി വെച്ച ഈ ഗേറ്റിന്റെ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗം പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മറികടക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ രണ്ട് ഭാഗങ്ങളിലായി പോലീസുമായി നേർക്കുനേർ നിൽക്കുന്ന ഒരു ചിത്രമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുന്നത്. ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ ഉണ്ട്. അതിനെ നേരിടാനുള്ള പോലീസ് സംവിധാനവും ഇവിടെ ഉണ്ട്. ശക്തമായ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ ഉന്തും തള്ളുമാണ് ഇവിടെ നടക്കുന്നത്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിന്റെ ഇടയിലേക്ക് കൊടികെട്ടിയ വടിയുമെടുത്ത് പോലീസിന് നേരെ അടിക്കുന്നു. പോലീസ് തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ നേർക്കുനേർ. മറുഭാഗത്ത് ബാരിക്കേഡ് ഉണ്ടെങ്കിൽ പോലും ബാരിക്കേഡിന്റെ മറ്റൊരു ഭാഗത്തുകൂടി പോലീസിന് ഇടയിലേക്ക് പ്രവർത്തകർ പോവുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമാണ്. ഏതൊരു നിമിഷവും വലിയ സംഘർഷം പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് ശക്തമായ സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാർച്ചിൽ ഇന്ന് സംഘർഷത്തിനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് കാണുന്നുമുണ്ടായിരുന്നു. ഇത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. പോലീസ് വാഹനത്തിന് നേരെയും അതിക്രമം ഉണ്ടാകുന്നുണ്ട്. എന്താണ് അവിടുത്തെ കാഴ്ച? എത്ര ദൂരേക്ക് ഈ പ്രതിഷേധം നീങ്ങുന്നു? പോലീസിനെ സംബന്ധിച്ച് പതിവില്ലാത്ത രീതിയിലുള്ള ഒരു സംയമനം പാലിക്കുന്നതായി കാണുന്നു. സാധാരണഗതിയിൽ ഈ തരത്തിൽ പ്രതിഷേധമുണ്ടാകുന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുൺ പ്രയോഗിച്ചതിന് ശേഷം, അതായത് ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം ലാത്തി ചാർജിലേക്ക് സാധാരണഗതിയിൽ കടക്കേണ്ടതാണ്. അതിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് ആ തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിൽ പ്രകോപനമുണ്ടായിട്ട് പോലീസ് സംയമനം പാലിക്കുന്നതാണ് നമ്മൾ ഏതാണ്ട് അരമണിക്കൂറിലധികമായി കാണുന്നത്. ഇപ്പോൾ യുവമോർച്ചയുടെ നേതാക്കൾ തൊട്ടപ്പുറത്തേക്കൊക്കെ മാറി നിൽക്കുന്ന പ്രവർത്തകരെ വീണ്ടും സംഘടിപ്പിക്കുകയാണ്. പോലീസ് ലാത്തി ചാർജ് ആരംഭിച്ചു. പോലീസിന്റെ ഇടയിലേക്ക് കയറി സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തി ചാർജ് ചെയ്തു. പ്രതിഷേധങ്ങൾ സംഘർഷത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ കാഴ്ച ഇതാകുമ്പോൾ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. അവിടെയും ജലപീരങ്കി പ്രയോഗമാണ്. സ്വർണ്ണപ്പാളി വിഷയത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ തെരുവിൽ തുടരുന്നത്. ബാരിക്കേഡ് വലിച്ചു നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സെക്രട്ടേറിയറ്റിനുള്ള പ്രതിഷേധത്തിലേറെ പോലീസ് ലാത്തി ചാർജ് നടന്നിരിക്കുന്നു. കോട്ടയത്തെ ജലപീരങ്കി പ്രയോഗത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
സെക്രട്ടേറിയറ്റിന് മുന്നിലും വലിയ സംഘർഷമാണ്. പോലീസ് ലാത്തി ചാർജിനെ തുടർന്ന് പ്രവർത്തകർ വീണ്ടും പ്രകോപിതരായി പോലീസ് നേരത്തെ എത്തുകയാണ്. പ്രസാദ്, ഒരു തവണ ലാത്തി ചാർജ് ഉണ്ടായി, ഇപ്പോൾ ജലപീരങ്കിയും ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടുത്തെ കാഴ്ച? അശ്മതി, ജലപീരങ്കിക്ക് ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുന്നു. പോലീസിന്റെ ഇടയിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുകയായിരുന്നു. ആ തികട്ടി വടിയെടുത്ത വലിയ പ്രതിഷേധമാണ്. ഏത് ഘട്ടത്തിലും ഇത് ഒരു സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രവർത്തകർ പോലീസ് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. തിരിച്ച് പോലീസും ലാത്തി ചാർജ് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യമാണ്. വനിതാ പ്രവർത്തകരുമുണ്ട്. പലതവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി പ്രവർത്തകർക്ക് നേരെ. റഹീസ്, ഇപ്പോൾ വലിയ സംഘർഷമാണ്. അവിടെ പ്രവർത്തകരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എന്താണ് സെക്രട്ടേറിയറ്റ് മുന്നിലെ കാഴ്ച? ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ആലോചന ഇല്ലെന്ന് തോന്നുന്നു. പ്രതിഷേധം ഒരു സംഘ രൂപത്തിലെത്താതെ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നില്ല എന്ന് തന്നെ സംസ്ഥാന പ്രസിഡന്റ് കോട്ടയത്തെ പ്രതിഷേധത്തിനെതിരെ ജലപീരങ്കി പ്രയോഗം നടന്നിരിക്കുന്നു. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്.